പമ്പാ നദിയിലെ മിത്രമഠം കടവിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പാലത്തിന്റെ തൂണിന് സമീപം 3 ദിവസം പഴക്കമുള്ള ജീർണിച്ച മൃതദേഹമാണ് കണ്ടെത്തിയത്. തിരുവല്ലയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം കരയിലെത്തിച്ചു. കാസർഗോഡ് മംഗളൂരു അർക്കുളയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. യക്ഷഗാന കലാകാരനും 1ാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുമായ പ്രവിത് കുമാറാണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നി വീണ പ്രവിത് കുമാറിന്റെ ദേഹത്ത് ഐസ്ക്രീം കയറ്റിയെത്തിയ വാഹനം കയറുകയായിരുന്നു. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് 10 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ. അരിയാപ്പാടി സ്വദേശി മുഹമ്മദ് അജ്മലിനെയാണ് പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. ആലപ്പുഴ കാഴംകുളത്ത് ലഹരിമരുന്നുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പിടിയിൽ. ഡിവൈഎഫ്ഐ ചേപ്പാട് മേഖലാ ട്രഷറർ രാഖിലാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 30,000 രൂപ വിലമതിക്കുന്ന ലഹരിമരുന്ന് പിടിച്ചെടുത്തു. തൃശൂർ കുന്നംകുളത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തിയ എക്സൈസിന്റെ പിടിയിൽ. അടുപ്പുട്ടി സ്വദേശി അനിലാണ് പിടിയിലായത്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം നടൻ അനിൽ നെടുമങ്ങാട് അനുസ്മരണ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. 4ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ ചെയർമാൻ നെടുമങ്ങാട് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നവവത്സരാഘോഷം സംഘടിപ്പിച്ച തൃശൂർ പൂനംമൂച്ചി സത്സംഗ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.പി. ചിന്ത ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കേരള സീനിയർ സിറ്റിസൺ ഫോറം കുമ്പളങ്ങാട് യൂണിറ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ബ്ലഡ് ബാങ്ക് എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. നടക്കാവ് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ സോഫ്റ്റ് ലോഞ്ചിംഗ് കർമ്മം അത്തിപ്പറ വാഹിദ് ഉസ്താദ് നിർവഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി 5 മുതൽ 8 വരെ നടക്കും. എറണാകുളം പറവൂരിൽ നടക്കുന്ന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കൊടകരയിൽ ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനവും കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും നടന്നു. പരിപാടി നാടക സംവിധായകൻ ദീപൻ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി പ്രസ് ക്ലബ് ഭാരവാഹി തെരഞ്ഞെടുപ്പും വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. പ്രസിഡന്റായി MT അസീസിനെയും സെക്രട്ടറിയായി അസ്നായയെയും തെരഞ്ഞെടുത്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു. പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു.